മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും പൂർത്തീകരണം താനാണ് എന്ന് സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു വയ്ക്കുന്നു. സകലത്തിൻ്റെയും പൂർത്തീകരണം കർത്താവിലാണ്. മറ്റൊരു രക്ഷകനെ ഇനി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. യേശുവാണ് ഏകരക്ഷകൻ. എല്ലാത്തിൻ്റെയും പൂർത്തീകരണം. എന്താണ് നിയമവും പ്രവാചകന്മാരും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ആരംഭത്തിലാണ് നാം എത്തിച്ചേരുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് എല്ലാത്തിൻ്റെയും പൂർത്തീകരണത്തെപ്പറ്റി പറയുമ്പോൾ ഒരാരംഭം എല്ലാത്തിനും ഉണ്ടായിരുന്നു എന്നുകൂടെ കർത്താവ് പറയാതെ പറയുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ആരംഭം കുറിച്ച ഒരു വ്യക്തിയെ അന്വേഷിച്ചു പോകുമ്പോൾ ഒരു ഊർദേശക്കാരനായ തേരഹിൻ്റെ മകൻ അബ്രാമിലാണ് നാം എത്തിച്ചേരുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? അബ്രാമും ദൈവവുമായി ആദ്യമായി കണ്ടുമുട്ടുന്ന സമയം കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതാണ് അനുഗ്രഹം. എല്ലാവരും നയിക്കപ്പെടേണ്ടതും എല്ലാത്തിൻ്റെയും പൂർത്തീകരണവും അതിലാണ്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. എന്ന് ഭൂമിയിലുള്ള ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടുമോ അന്ന് ഈ ദൗത്യം പൂർത്തീകരിക്കപ്പെടും. ആ ദൗത്യം പൂർത്തീകരിക്കുവാനായി മനുഷ്യനായി അവതരിച്ചവനാണ് യേശുക്രിസ്തു. ക്രിസ്തുവിനാണ് എല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നതും എല്ലാം പൂർത്തീകരിക്കപ്പെടുന്നതും. ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തി ബലിയായി അർപ്പിക്കപ്പെട്ട യേശുക്രിസ്തുവിൽ ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടും. കാരുണ്യവാനായ ദൈവമേ, എല്ലാം പൂർത്തീകരിക്കുവാനായി ഭൂമിയിലേക്ക് അവതരിച്ച അങ്ങയുടെ തിരുക്കുമാരനിൽ ആഴമായി വിശ്വസിക്കുവാനും അതുവഴി എല്ലാത്തിൻ്റെയും പൂർത്തീകരണമായ രക്ഷയിലേക്ക് നടന്നെടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.